ഹായ്, ഇന്നത്തെ നമ്മുടെ ഗാർഡൻ്റെ കാഴ്ച ഇതാണ് കേട്ടോ. ഇൻഡോറും ഔട്ട്ഡോറും ഒരേപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരിനം ചെടിയാണ് ഇത്. വെരിഗേറ്റഡ് പീസ് ലില്ലിയാണ്. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും ഈ പീസ് ലില്ലിയെ പറ്റിയല്ലേ. അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ. ഇത് വെരിഗേഷനുള്ള പീസ് ലില്ലിയാണ്. എന്ന് വെച്ചാൽ ലീഫിൽ ഇതുപോലെ വൈറ്റ് കളറിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് വരും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ പൂക്കൾ നമ്മൾ സാധാരണ കാണുന്ന പീസ് ലില്ലിയെ പോലെ തന്നെയാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. പിന്നെ ഇത് 3 തരം പീസ് ലില്ലികൾ നമുക്ക് ആണ് ഉള്ളത്. ഒന്ന് നല്ല ഗ്രീൻ കളറിൽ ഇതുപോലെ നാരോ ലീഫായിട്ട് വരുന്ന ഒരു പീസ് ലില്ലി. രണ്ടാമത്തേത് റൗണ്ട് ഷേപ്പിൽ ലീഫുകൾ കടുത്ത പച്ച നിറത്തോടു കൂടിയ ആ ഒരിനം പീസ് ലില്ലി. മൂന്നാമത്തേത് ഈ ഒരു വെരിഗേഷനായിട്ടുള്ള ഒരു പീസ് ലില്ലി. ഇതിൽ ഏറ്റവും നല്ല ഭംഗി ഈ ഒരു വെരിഗേഷനായിട്ടുള്ള പീസ് ലില്ലി തന്നെയാണ്. ഒത്തിരി ചെനപ്പുകൾ ഇതിൻ്റെ താഴ്ഭാഗത്തുനിന്ന് പൊട്ടി നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ നമുക്കാക്കാൻ കഴിയും. ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് പ്ലാന്റുകൾ ഇതുപോലെ ചെറിയ തൈകളായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് വയ്ക്കാൻ സാധിക്കും. ഇത് നല്ലൊരു ഭംഗിയാണ്. ഇൻഡോറും ഔട്ട്ഡോറും നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് ഞാൻ വെളിയിലാണ് വെച്ചിരിക്കുന്നത്. മഴയും ഒക്കെ കൊണ്ടാലും അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പോട്ടി മിക്സ് നന്നായിരിക്കണം. വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പോട്ടി മിക്സ് ആവരുത്. വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വെളിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് താഴെ മണ്ണിലും ഇത് നട്ട് വളർത്താം. മണ്ണിൽ നട്ട് വളർത്തുമ്പോൾ ഇച്ചിരിയും കൂടിയൊക്കെ ഒരു ഗ്രോത്ത് ഇതിന് കിട്ടും. ഇതിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള വളങ്ങൾ കൊടുക്കുകയാണെങ്കിലും നല്ല ഗ്രോത്ത് കിട്ടും. ഇതിനിപ്പം ഞാനൊന്നും ചെയ്യാറില്ല. സാധാരണ നമുക്ക് ചെടിക്ക് ചെയ്യുന്ന ചാണകം പുളിപ്പിച്ചതൊക്കെ ഇടയ്ക്ക് എല്ലാ ചെടികൾക്കും കൊടുക്കുന്ന സമയത്ത് കൊടുക്കാറുണ്ട്. പൂക്കാനുള്ള പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. ഇത് നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലീഫിലെ വെരിഗേഷൻ നല്ല രീതിയിൽ ആയി വന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. നല്ല ഗ്ലേസിങ് ആയിട്ടുള്ള ഒരു ലീഫാണ് ഇതിനുള്ളത്. ഇതിൻ്റെ പൂക്കൾക്ക് ഇത്തിരി വലിപ്പം ഉണ്ട്. ഇത് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പൂക്കളാണ്. സാധാരണ പീസ് ലില്ലിയുടെ പൂവിനേക്കാളും ഇച്ചിരിയും കൂടിയൊക്കെ ഒരു വലിപ്പം വയ്ക്കും. പിന്നെ ഇതിന് സ്മെല്ലൊന്നും ഇല്ല. പക്ഷേ നമ്മുടെ റൗണ്ട് ഷേപ്പിലുള്ള ലീഫുള്ള പീസ് ലില്ലിക്ക് അതിൻ്റെ പൂക്കൾക്ക് നല്ല സ്മെല്ല് ഉണ്ട്. ഇതിന് സ്മെല്ലൊന്നും വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് എന്നാലും നമുക്ക് ഇൻഡോറായിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു പ്ലാന്റാണ് ഈ ഒരു വെരിഗേറ്റഡ് ആയിട്ടുള്ള പീസ് ലില്ലി. അപ്പം എല്ലാവരും ഈ ഒരു പീസ് ലില്ലി എവിടെയെങ്കിലും കാണുവാണെങ്കിൽ വാങ്ങിച്ച് നന്നായിട്ട് തന്നെ വളർത്താൻ ശ്രമിക്കുക.